സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. പ്രൈസ് ദി ലോർഡ്. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സാന്ത്വന സന്ദേശമെന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കളെയും നിറഞ്ഞ സ്നേഹാദരവോടെ സ്വാഗതം പറയുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനവും പറയുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇത്തിരി നേരം പ്രാർത്ഥനയോടെ ഈ വചനത്തിന് മുമ്പിൽ ഇരുന്നാൽ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുകയും വളരെയധികം വിടുതലിന് കെട്ടഴിയുന്ന മുഖാന്തരമായി തീരുകയും ചെയ്യും. ഹൃദയത്തിൻ്റെ കെട്ടുകൾ, ഭാരങ്ങൾ, നൊമ്പരങ്ങൾ കുറഞ്ഞു പോകാനിടയാകും, മാറിപ്പോകാനിടയാകും. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ചിലരുണ്ട്, അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, പ്രാപ്തി പോലെ കൈത്താങ്ങൽ നൽകുന്ന സഹോദരീ സഹോദരന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്തൃകരങ്ങളിൽ അവരെ പരമേൽപ്പിക്കുന്നു, പേരുപേരായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ധാരാളമായി ഐശ്വര്യമായിട്ട് അവരെ അനുഗ്രഹിക്കണമേ. അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് അവരുടെ മടിയിൽ അളന്നു കൊടുക്കുമെന്ന് പറഞ്ഞ് വാഗ്ദത്തം അവരിൽ നിവൃത്തിയാകട്ടെ, സാധിക്കട്ടെ, സംഭവിക്കട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ശാരീരിക, മാനസിക, സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നവർക്ക് ഇന്നത്തെ ശുശ്രൂഷ ദൈവവചനത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും വിടുതലായി മാറട്ടെ, തീരട്ടെ, സംഭവിക്കട്ടെ. വേഗം വരുന്ന യേശുക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതിൻ്റെ ഒരല്പഭാഗം കൂടെ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാമെന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ്. എങ്കിലേ ഒരു വിഷയം പറഞ്ഞു വന്നതിൻ്റെ ഒരു പൂർത്തീകരണം അഥവാ വ്യക്തത, കൃത്യത വരും എന്നുള്ള അനുഭവത്തിൽ നിന്ന് ഞാനത് നിങ്ങളുടെ മുമ്പാകെ പറയാൻ വിചാരിക്കുകയാണ്. ഗലാത്യ സഭയെക്കുറിച്ച് പറഞ്ഞു. ആ സഭയുടെ പ്രശ്നം എന്താണ് എന്ന് ഒടുവിൽ തൊട്ടു പറഞ്ഞു. പോരാ, ആ പ്രശ്നത്തെ ഒന്നുകൂടെ മനസ്സിലാക്കി തന്നാൽ, തിരുവഴുത്തിൽ കൂടെ മനസ്സിലാക്കി തന്നാൽ, ഉദാഹരണം പറഞ്ഞാൽ പൗലോസ്ലീഹായ്ക്ക് ദൈവം കൊടുത്ത വെളിപ്പാട് പോലെ തന്നെ അത്രയും വിശാലമായ വെളിപ്പാട് മറ്റ് അപ്പോസ്തലന്മാർക്ക് അധികം പേർക്ക് നൽകിയിരുന്നില്ല എന്ന് കാണാൻ കഴിയുന്നത് പോലെ എനിക്കിത് വെളിപ്പെടുത്തന്നിരിക്കുന്ന ആ നന്മ മറ്റുള്ളവർക്ക് ഗുണമാകട്ടെ, ഫലമാകട്ടെ എന്ന് വിചാരിച്ച് അതിൽ കയറുകയാണ്. സ്തോത്രം. റോമാലേഖനം 6:23 വായിക്കാം. റോമാലേഖനം 6:23. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ധാരാളം പഴക്കമുള്ള, അറിയാവുന്ന, കാണാതെ അറിയാവുന്ന വാക്യമാണത്. എന്നാലും അതിനകത്തൊരു വരം വെച്ചിട്ടുണ്ട്, കൃപാവരം. ആ കൃപാവരം എന്ന് പറയുന്നത് കൊരിന്ത്യലേഖനത്തിൽ പറയുന്ന പ്രകാരമുള്ള എണ്ണപ്പെട്ട വരമല്ല, മറിച്ച് ആത്മരക്ഷയുടെ വരമാണ്. ആ വരം ആണ് അവിടെ വായിച്ചത്. ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിത്യജീവൻ തന്നെ. നിത്യജീവൻ നമ്മുടെ ആത്മീയ യോഗങ്ങളിൽ വെളിപ്പെടേണ്ടത്, പ്രതിപാദിക്കേണ്ടത്, ഗ്രഹിക്കേണ്ടത്, പഠിക്കേണ്ടത്, പ്രാപിക്കേണ്ടത് നിത്യജീവനെക്കുറിച്ചാണ്. നിത്യജീവനെക്കുറിച്ച് കേൾക്കുകയും അറിയുകയും പ്രാപിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം വികസിക്കും. മാത്രമല്ല, നമ്മുടെ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് ഓർത്ത് നമ്മൾ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കും. കണ്ണുകൾ നിറയും, ഹൃദയം അലിയും. മറ്റെല്ലാവിധ പ്രാകൃത, മാനുഷിക, ലൗകിക, പൈശാചിക
ചിന്തകൾ, ഭാരങ്ങൾ, ഓർമ്മകൾ എല്ലാം നമ്മെ വിട്ട് പറക്കും. ഇതൊക്കെ നമ്മിൽ കുടികൊള്ളുന്നതിൻ്റെ കാരണം ഈ നിത്യജീവൻ്റെ പ്രകാശനത്തെക്കുറിച്ച് അധികം കേൾക്കുന്നില്ലാത്തത് കൊണ്ടാണ്. പോകട്ടെ, നമുക്കവിടെ വിടാം. അപ്പോൾ അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകാം. ഗലാത്യ ലേഖനത്തിൻ്റെ പ്രശ്നം എന്താണ്? ആ പ്രശ്നം 5-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം ഒന്ന് വായിച്ച്. ഗലാത്യ ലേഖനത്തിൻ്റെ പ്രശ്നം എന്താണ്? ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. മതി. നിങ്ങൾ ഈ വിശ്വസിച്ചതൊന്നും നിങ്ങളെ വിളിച്ചവൻ്റെ നിലവാരത്തിലല്ല. ഇതെങ്ങനെയാ ആ സഭയോട് അപ്പോസ്തലൻ ഇത്ര ധൈര്യമായിട്ട് എഴുതി പറയുന്നത്? അതൊരാക്ഷേപമല്ലേ? അതൊരു കുറ്റപ്പെടുത്തലല്ലേ? അതവരെ ഒന്ന് താത്തി കാണിക്കുന്നത് പോലെയല്ലേ? അതരുതല്ലോ. സ്തോത്രം. അത് വിമർശനം പോലെ തോന്നില്ലേ? ഉവ്വല്ലോ. അങ്ങനെ പറയാമോ? അങ്ങനെ എഴുതാമോ? അങ്ങനെ പറയാതെ എഴുതാതെ ഇരുന്നാൽ ഇതെങ്ങനെ അറിയും? എങ്ങനെ അറിയും? തെറ്റേതാ ശരിയേതാന്ന് എങ്ങനെ അറിയും? കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, 40 വർഷം എനിക്ക് ഇസ്രയേൽ ജനമാകുന്ന എൻ്റെ ജനത്തോട് എനിക്ക് നീരസമുണ്ടായിരുന്നു. ദൈവം പറഞ്ഞു, നീരസമുണ്ടായിരുന്നു ജനത്തോട്. കൊടുക്കുന്നൊന്നും കുറച്ചില്ല, വാഗ്ദത്തം ഒന്നും നഷ്ടപ്പെടുത്താതെ കൊടുത്തു. പക്ഷേ അവർ ദൈവത്തിൻ്റെ വഴികൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. നമ്മുടെ ഇടയിൽ എത്രയധികം ആൾക്കാരുണ്ട് ഇങ്ങനെ. എല്ലാം അറിയാം, പക്ഷെ ഒന്നും അറിയില്ല. കാലം കുറേയായി, പക്ഷെ ദൈവത്തിൻ്റെ വഴി അറിയില്ല. ദൈവത്തിൻ്റെ വഴി അറിയില്ല. 40 വർഷം എന്ന് അവിടെ നമ്മൾ പറയുമ്പോൾ ഓർക്കണം, അതിൻ്റെ പുറകിൽ ഇസ്രായേലിന് ദൈവമായിട്ടുള്ള കേൾവികളും പരിചയങ്ങളും അറിവുകളും പരിജ്ഞാനങ്ങളും ഒക്കെ എത്രയധികമുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് ദൈവത്തിൻ്റെ വഴി അറിയില്ല. ഈ ഗതികേടിൽ നമ്മൾ പെടരുത്. സ്തോത്രം. ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ച് നിങ്ങളെ വിളിച്ചവൻ്റെ പ്രവൃത്തിയല്ല. തിമോഥെയോസിനോട് പറയുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ചട്ടപ്രകാരം വരുന്നില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. ചട്ടം, ഒന്നാം ചട്ടം മാനസാന്തരമാണ്. മാനസാന്തരം കൂടാതെ ഇടയ്ക്ക് കയറി വേറൊരു ചട്ടമില്ല. ഈ ചട്ടത്തിൽ കയറാതെ വേറെ എന്ത് ചട്ടം ഉണ്ടായിട്ടും കാര്യവുമില്ല. ഇങ്ങനെ കാണണം, കേൾക്കണം കാര്യങ്ങൾ. കർത്താവ് നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. 3:10 വായിച്ച് നോക്കിക്കേ. ഗലാത്യ ലേഖനം 3:10. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. സ്വന്തം പ്രവൃത്തി കൊണ്ടും യുക്തി കൊണ്ടും ഭക്തി കൊണ്ടും സ്വഭാവ ഗുണം കൊണ്ടും സാൻമാർഗ്യത കൊണ്ടും വഴിപാട് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നേർച്ച കാഴ്ചകൾ കൊണ്ടും വീട് കിട്ടിയത് കൊണ്ടും കാറ് കിട്ടിയത് കൊണ്ടും കൊച്ചിന് ജോലി കിട്ടിയത് കൊണ്ടും കൊച്ചു ജയിച്ചത് കൊണ്ടും ഒക്കെ ദൈവം എന്നോട് കൂടെയാണെന്ന് വിചാരിക്കുന്നതിൽ ഒരു കഥയുമില്ല. ദൈവം കൂടെ ഉണ്ടായിരിക്കട്ടെ, നല്ല കാര്യമാണ്. പക്ഷേ ഈ വിശ്വാസവും ഈ പ്രമാണവും അറിയാത്തവർക്ക് ഇതൊക്കെ കിട്ടുന്നില്ലേ? ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും മഴ പെയ്ക്കുന്നു എന്നല്ലേ കർത്താവ് പറഞ്ഞത്? ദുഷ്ടന്മാരുടെ പ്രവൃത്തി നല്ലതായ കൊണ്ടാണോ മഴ പെയ്തത്? ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ദൈവം സൂര്യനെ ഉദിപ്പിക്കുന്നു എന്നല്ലേ കർത്താവ് പറഞ്ഞത്? സൂര്യനെ എവിടെയെങ്കിലും വിഭാഗി കാണിക്കാൻ പറ്റുമോ? എൻ്റെ സഹോദരങ്ങളെ, ദൈവസന്നിധി താണിരുന്ന് പ്രാർത്ഥിക്കുക. ഗലാത്യ ലേഖനം ഒരു 3 പ്രാവശ്യം നിങ്ങൾ വായിച്ചു എന്നിരിക്കട്ടെ. അതിനെന്താ ഒരു 1.5 മണിക്കൂർ മതി 3 ദിവസം കൂടെ വായിക്കാൻ. മനസ്സ് വെച്ച് പഠിച്ചു വായിക്കാനാണെങ്കിൽ 3 മണിക്കൂർ മതി. 3 ദിവസം കൊണ്ട് വായിച്ചു തീർക്കാമല്ലോ. അത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ
മനസ്സോടെ വായിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ രീതി മാറും. മനസ്സോടെ വായിക്കണം. ഈ മനസ്സിനെക്കുറിച്ച് ഞാനൊരു സംഭവം പറയാം. യെരുശലേം പുണ്യഭൂമിയാണ്. ഭൂമിയിൽ യെരുശലേം. എല്ലാവർക്കും യെരുശലേമൊക്കെയാണ് നോട്ടം. യെരുശലേമാണ് താല്പര്യം. എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് യെരുശലേം വേണം. മുസ്ലിംസിന് യെരുശലേം വേണം. മറ്റ് രാജ്യക്കാർക്ക് യെരുശലേം വേണം. എല്ലാവർക്കും നോട്ടം യെരുശലേമിലേക്കാണ്. യെരുശലേം പുണ്യഭൂമിയാണ്. യേശു ഒരിക്കൽ പറഞ്ഞു, സ്വർഗത്തെ ചൊല്ലി സത്യം ചെയ്യരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. ഭൂമിയെ ചൊല്ലി സത്യം ചെയ്യരുത്, അത് ദൈവത്തിൻ്റെ പാദപീഠമാണ്. യെരുശലേമിനെ ചൊല്ലി സത്യം ചെയ്യരുത്, അത് മഹാരാജാവിൻ്റെ നഗരമാണ്. മഹാരാജാവിൻ്റെ നഗരമെന്ന് യേശു പോലും പേരിട്ട് വിളിച്ച് യെരുശലേമിലേക്കാണ് എല്ലാവരുടെയും കണ്ണ്. യേശു ക്രൂശിലേക്ക് അടുക്കാനായപ്പോൾ, അതായത് ലോകം വിട്ടു പോകാൻ സമയമായി ക്രൂശ് മണ്ഡലത്തിലേക്ക് അടുക്കാറായപ്പോൾ, യേശു ആ പട്ടണത്തെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, യെരുശലേമേ, യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴ് ചേർക്കുന്നത് പോലെ നിങ്ങൾ എന്നെ ചിറകിൻ കീഴ് ചേർക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിങ്ങൾക്കോ മനസ്സായില്ല. യേശുവിൻ്റെ പ്രവൃത്തി അവിടെ ചെയ്യാൻ ഒത്തില്ല. യേശുവിൻ്റെ ഏതെങ്കിലും പരാജയത്തിൻ്റെ അല്ല, മറിച്ച് അവർക്ക് മനസ്സ് വന്നില്ല. മനസ്സെന്ന് ഞാൻ പറഞ്ഞ വാക്കിന് നിങ്ങൾ മനസ്സിലായോ? നമ്മുടെ മനസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ദാഹമുണ്ടോ? കുടിക്കാൻ യേശുവിൻ്റെ പക്കൽ ജലമുണ്ട്. വിശപ്പുണ്ടോ? യേശുവിനൊക്കെ തരാൻ ഭക്ഷണമുണ്ട്. അറിയാൻ ആഗ്രഹമുണ്ടോ? അവിടുന്ന് തരാൻ അതിന് വെളിപ്പാടുണ്ട്. ജലം, യേശു പറഞ്ഞ് ദാഹിക്കുമ്പോൾ എൻ്റെ ഇടയ്ക്ക് വന്ന് കുടിക്കട്ടെ, അത് പരിശുദ്ധാത്മാവ്. ആഹാരം, അത് വചനമെന്ന അപ്പം. പരിജ്ഞാനം അല്ലെങ്കിൽ ദർശനം, അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ വെളിപ്പാട്. അപ്പോൾ ഇതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് തട്ടിമുട്ടി ഇങ്ങനെ പോകാം. മറ്റാരേക്കാൾ ഞാൻ മെച്ചമാണ്, മറ്റാരേക്കാൾ ഞാൻ മെച്ചമാണ്. കഴിഞ്ഞ 50ഓളം വർഷത്തിലേ ഞാനിത് ഒരുപാട് കണ്ടതാണ്. സ്തോത്രം. ആരെയും കുറ്റം വിധിക്കാനുള്ള ഒരു ജഡ്ജിമെൻ്റ് അല്ല ഞാൻ ചെയ്യുന്നു പറയുന്നത്. മറിച്ച് ഗലാത്യ സഭയുടെ പ്രശ്നം എന്തായിരുന്നു? 7 പ്രാവശ്യം ശാപം എന്ന വാക്ക് പറയാൻ കാരണം എന്താണ്? സ്വന്തം പ്രവൃത്തിയിലേക്ക് തിരിഞ്ഞതാണ് കാരണം. സ്വന്തം പ്രവൃത്തി എന്ന് പറഞ്ഞാൽ യഹൂദനെന്ത് വിശേഷത? ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് തന്നെ. ഈ പ്രമാണം നിങ്ങൾ നോക്കുക. ഈ പ്രമാണം ഞാൻ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഞാൻ ഭക്തനായെന്നാണ് വിചാരിക്കുന്നത്. ഈ പ്രമാണം പ്രായോഗികമാക്കാതിരിക്കുന്നിടത്തോളം കാലം പിടി വീഴും, ദൈവത്തിൻ്റെ പിടി വീഴും. ഗലാത്യ സഭയ്ക്ക് പറ്റിയ അതാണ്. മീഖായേൽ വന്നാലും പ്രമാണത്തിനെതിരെ നിന്ന ശപിക്കപ്പെട്ടവൻ. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ആഴ്ച നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:3 വായിച്ച്. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. 9-ാം വാക്യം. നിക്കോദിമോസ് അവനോട്, ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. 10-ാം വാക്യം. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതറിയുന്നില്ലയോ? ഇസ്രായേലിന്റെ ഉപദേശിക്ക് ദൈവരാജ്യത്തിൽ പോകുന്ന കാര്യം അറിയത്തില്ലയോ? ആര് ചോദിച്ചു? യേശു ചോദിച്ചു. ഉപദേശി സാധാരണ ഉപദേശിയാണോ? അല്ല, ഉപദേശിമാരുടെ മേലുള്ള ആളാണ്. ഉപദേശിമാരുടെ പ്രമാണിയാണ്.
പരീക്ഷയിൽ പ്രമാണി എന്നാണ് പറയുന്നത്. എന്തറിയില്ല? ഉപദേശിക്ക് എന്തറിയില്ല? ദൈവരാജ്യത്തിൽ പോകുന്ന കാര്യം അറിയില്ല. നീ ഇതുവരെ ഇത് അറിയുന്നില്ലോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവരാജ്യത്തിൽ പോകുന്ന കാര്യം അറിയാത്ത നിനക്ക് നിന്റെ ഉപദേശത്തിൻ്റെ അജണ്ട എന്താ? അതിൻ്റെ കഴമ്പെന്താ? കാമ്പെന്താ? അതിൻ്റെ ക്രീമെന്താ? എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പൗലോസ് പറഞ്ഞു തിമോത്തിയോസിനോട്, തിമോത്തിയോസേ, ഇവർ പറയുന്നത് എന്നാന്നും സ്ഥാപിക്കുന്നത് എന്നാന്നും അവർക്കറിയത്തില്ല. കേട്ടവർക്കറിയത്തില്ല എന്നല്ല, പറയുന്നവർക്കറിയത്തില്ല. ഇത് കേട്ട് ആമേൻ പറഞ്ഞ് കൈയടിച്ച് സ്വോത്രം പാടി പോകുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടെന്നേ. ഒരു പക്ഷേ ദൈവം തമ്പുരാൻ എന്നെ ഈ മേഖലയെ കൊണ്ടുവന്ന് ഇത്രയും സഹിഷ്ണുതയോടെ നിർത്തിയിരിക്കുന്നത് ചില ആൾക്കാരുടെ മടങ്ങിവരവിന് വേണ്ടി ആയിരിക്കാമെന്ന് വിചാരിക്കുക. എന്നെ കൊണ്ടതൊന്നും കഴിയുന്ന കാര്യമല്ല. പിന്നെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എൻ്റെ ഓടും ചോടും നോക്കി പറയണമെന്നുള്ള കാര്യം നിർബന്ധമായി പണ്ടേ മുതൽ എനിക്ക് ബാല്യം മുതൽ എനിക്കുള്ളതാണ്. അതൊന്നും കേട്ട് ആമയും പറയാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത്. സുവിശേഷത്തിന് സത്യത്തിൽ നിലനിൽക്കേണ്ടതിന് വേണ്ടി ഒരിക്കൽ പോലും ഞങ്ങൾ പ്രമാണിമാർക്ക് കീഴടങ്ങിയിട്ടില്ല, വഴങ്ങിക്കൊടുത്തിട്ടില്ല. ഞങ്ങൾ വീട്ടിൽ സംസാരിക്കുകയോ മക്കളൊക്കെ ആയിട്ട് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം വിട്ട് വേറെ കാര്യം പറയാൻ പറയും. ആ ഒരു കാര്യം എന്താണെന്നറിയാമോ? പരസ്യമായിട്ട് പറയുക, ഇത് ആയിരക്കണക്കിന് ആൾക്കാർ കേൾക്കുന്നതാണെന്നും കാണുന്നതാണെന്നൊക്കെ എനിക്ക് നല്ല ബോധമുണ്ട്. വിഭ്രാന്തി കൊണ്ട് പറയല്ല. സുവിശേഷത്തിന് സത്യത്തിലല്ലാത്ത ഒരു കാര്യവും പറഞ്ഞ് നമുക്ക് സമയം കളയണ്ട. വേസ്റ്റാണ് ആ ടൈം. എൻ്റെ അടുത്ത് നടക്കില്ല. ഇവിടെ അംഗീകാരമോ സ്വീകാര്യതയോ തോളെ കൈയിടാനോ വിളിച്ച് ഭക്ഷണം തരാനോ ധാരാളം ആൾക്കാർ കാണും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സുവിശേഷ സത്യത്തെ വില കുറച്ച് കാണിച്ചിട്ട് സ്തോത്രം. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ ഗലാത്യ ലേഖനം നിന്നാണ് വായിച്ചത്. പിന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പോയി. ആ സുവിശേഷത്തിൽ നിക്കോദേമോസ് പരീശന്മാരുടെ പ്രമാണിയാണെങ്കിലും വകതിരിവില്ല. എന്തിനെക്കുറിച്ചില്ല? ആ രാജ്യത്തെ ഭരണാധികാരിയായിരിക്കുന്ന രാജാവിനെക്കുറിച്ചില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അക്കാലത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളോട് ഇദ്ദേഹത്തിന് വകതിരിവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ആത്മരക്ഷ, ദൈവരാജ്യം, നിത്യജീവൻ അഥവാ പ്രമാണം കയ്യിലെടുത്തിരിക്കുന്ന എൻ്റെ കയ്യിലുള്ള പ്രമാണത്തിലെ ദൈവിക നിയമവശങ്ങൾ എന്താണെന്ന് അറിയാത്ത വെറും കണ്ണുപൊട്ടൻ. സ്തോത്രം. യേശു പറഞ്ഞു, പൊട്ടനെ വഴി കാണിച്ച രണ്ടുപേരും കുഴിയിൽ വീഴും. നിങ്ങളുടെ പുസ്തകത്തിൽ പൊട്ടനെന്ന് കാണില്ല. ഞാനത് വായിക്കുമ്പോൾ ലീഡർഷിപ്പ് നിൽക്കുന്ന ആൾക്കാരെ യേശു നോക്കിയിട്ട് പറഞ്ഞു, കുരുടനെ വഴി കാണിച്ചാൽ. ആ കുരുടനാണ് ഞാൻ പൊട്ടനെന്ന് പറഞ്ഞത്, കണ്ണുപൊട്ടൻ. സ്തോത്രം. അങ്ങനെയുള്ളവർ വഴി കാണിക്കുന്നവർ അവരും വീഴും കുഴിയിൽ, ഇവരും വീഴും കുഴിയിൽ, രണ്ടുപേരും കുഴിയിൽ വീഴും. എൻ്റെ കർത്താവ് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ഒരു മാറ്റവും അതിന് വരികയില്ല. അക്ഷരത്തിന് മാറ്റം വരികയില്ല. വള്ളിക്കും പുള്ളിക്കും കോമയ്ക്കും കുത്തിനും മാറ്റം വരികയില്ല. അതുറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നിക്കോദേമോസിന് കാര്യം മനസ്സിലായിട്ടില്ല ഇതുവരെ. അതോടെ വിടാം. മത്തായി എഴുതിയ സുവിശേഷം 5:17-18 വായിക്കുന്നതിന് മുമ്പ് ഗലാത്യ ലേഖനം 4:10-11 വായിക്കണം. സ്തോത്രം. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ദിവസങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. പഴയ കാര്യങ്ങളൊക്കെ കൈവശമുണ്ട് ഇപ്പോഴും. അതൊക്കെ നിങ്ങൾ പ്രമാണിക്കുന്നു. അതുകൊണ്ട് എനിക്കൊരു ഭയമായി. ഇപ്പോൾ വെറുതെ പാടുപെട്ടതാണല്ലോ. നോക്കണേ, സഹോദരന്മാരെക്കുറിച്ച്, സഭയെക്കുറിച്ച്, താൻ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് നിഷ്ഫലമായല്ലോ
എന്നോർത്തപ്പോൾ തന്നെ നെഞ്ചു കത്തുന്നുണ്ടോ? ഞാൻ ഭയപ്പെടുന്നു, നിങ്ങൾക്ക് വേണ്ടി പാടുപെട്ട് വെറുതെ ആയല്ലോ എന്നോർത്ത് ഭയപ്പെടുന്നു. ഞാൻ ഈ ന്യായപ്രമാണത്തെ തൊട്ട് പറയാതിരുന്നാൽ എനിക്കൊരു തൃപ്തി വരികയില്ല. അവിടെ ഞാൻ അതിൻ്റെ ഒന്ന് രണ്ട് കാര്യം ഒന്ന് പറഞ്ഞേക്കട്ടെ. സ്തോത്രം. പുറപ്പാട് ദിവസം 31:18 വായിച്ച വേഗത്തിൽ. അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്ത് കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകളായ സാക്ഷ്യപലക രണ്ടും അവന്റെ പക്കൽ കൊടുത്തു. കേൾക്കുന്നവരെ, 66 പുസ്തകങ്ങളുള്ള ഹോളി ബൈബിൾ, സമ്പൂർണ്ണ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകത്തെ ആദ്യം അദ്യാക്ഷരം കുറിച്ചത് ദൈവത്തിൻ്റെ കൈവിരലുകൊണ്ടാണ്. അത് മോശയ്ക്ക് കൈമാറിക്കൊടുത്തു. 34-ാം അധ്യായത്തിലേക്ക് എത്തിയപ്പോഴേക്കും, പുറപ്പാട് ദിവസം 34-ാം അധ്യായത്തിൽ എത്തിയപ്പോൾ ദൈവം ഒരു കാര്യം അരുളി ചെയ്തു. 34-27 തോന്നുന്നുണ്ട്. യഹോവ പിന്നെയും മോശയോട് ഈ വചനങ്ങളെ എഴുതിക്കൊള്ളുക, ഈ വചനങ്ങൾ ആധാരമാക്കി ഞാൻ നിന്നോടും ഇസ്രായേലിനോട് നിയമം ചെയ്തിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ഞാൻ നിയമം ചെയ്തു. എൻ്റെ ശ്രോതാക്കളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവം മനുഷ്യനോട് നിയമം ചെയ്തു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തോട് നിയമം ചെയ്തു എന്നല്ല, ദൈവം മനുഷ്യനോട് നിയമം ചെയ്തു എന്ന് പറഞ്ഞാൽ ഉടമ്പടി. മനുഷ്യന് ദൈവമായിട്ട് ഉടമ്പടി ചെയ്തു ദൈവം. അതെന്ത് വെച്ചാണ് ഉടമ്പടി ചെയ്തത്? ഞാൻ എഴുതിയ ഈ കൽപ്പനകളെ വെച്ച് ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി ചെയ്ത പുസ്തകത്തിൻ്റെ പേരാണ് പഴയ നിയമം. പഴയ നിയമം. ദൈവം അനുവദിച്ചാൽ പിന്നത്തെ എപ്പിസോഡുകളിൽ ബാക്കി പറയാം. ആ ഉടമ്പടി എന്ന് പറയുന്നത് തമ്മിൽ പറഞ്ഞ എഗ്രിമെൻ്റ്, അല്ലെങ്കിൽ തമ്മിൽ പറഞ്ഞ കരാറ്. ആ കരാറിനാണ് ഇങ്ങനെ പറഞ്ഞത്. 34-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യം വായിച്ചോ? ഓക്കെ. ആ വാക്യത്തിലാണ് പറഞ്ഞത്, ഈ വചനങ്ങളെ എഴുതിക്കൊള്ളുക, ഈ വചനങ്ങളെ ആധാരമാക്കി ഞാൻ നിന്നോട് ഇസ്രായേലിനോട് നിയമം ചെയ്തിരിക്കുന്നു. ഇനി മത്തായി 5:17-18 വായിച്ചേ. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. മതി. ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും തള്ളിക്കളയാൻ വന്നതല്ല, അവർ പറഞ്ഞിരുന്ന നിഴലായ കാര്യങ്ങൾ ഇതാ പൊരുളായി വന്നിരിക്കുന്നു, അത് നിവൃത്തിയായിരിക്കുന്നു എന്ന് നിങ്ങളോട് മനസ്സിലാക്കി തരാനാണ് വന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് നിയമം. ഇനി നിയമം മാറി. നിയമം മാറിയ വർത്തമാനം കൃത്യമായി വിശുദ്ധ ബൈബിളിൽ നിന്ന് പിന്നാലെ ഞാനത് തെറ്റാതെ വെളിപ്പെടുത്തും. ദൈവം അനുവദിച്ചാൽ വെളിപ്പെടുത്തും. ഓക്കെ. അതുകൊണ്ട് അതിപ്പോൾ പറയാനായിട്ടും നിൽക്കുന്നില്ല. നിയമം മാറി. സ്തോത്രം. ആ നിയമം മാറിയപ്പോൾ ഗലാത്യ സഭയുടെ പ്രശ്നം എന്താണെന്ന് ചിന്തിച്ച് വരുമ്പോൾ അവർ ആ സുവിശേഷ സത്യത്തിൽ നിന്ന് വഴുതിയിരിക്കുന്നതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. സുവിശേഷ സത്യത്തിൽ നിന്ന് വഴുതിയാൽ കൃപയിൽ നിന്ന് വീണുപോയി, ക്രിസ്തുവിൽ നിന്ന് അന്യപ്പെട്ടു പോയി, ഇനി നിങ്ങൾക്ക് ക്രിസ്തുവിനെ ആവശ്യമില്ല എന്ന് അതിന് തെളിവായി. സ്തോത്രം. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ പൗലോസിൻ്റെ ഒരു കരച്ചിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. റോമാലേഖനം 9-ാം അധ്യായത്തിലാണത്. ആമേൻ. അത് നമുക്ക് ഒരു പക്ഷേ പരിചയമുള്ളതായിരിക്കും. ആകട്ടെ. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും ഉണ്ട് എന്ന് എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. അകത്തിരുന്ന് ജഡ്ജിമെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മനസാക്ഷി. മനസാക്ഷി പറയുന്നു. ആ വാക്ക് കേട്ടിട്ട് ദുഃഖവും നൊമ്പരവും ഉണ്ട്. അതെന്താണത് കാരണം? വായിച്ചേ. ജനപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. ഇതൊക്കെ വായിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും കേൾക്കുന്നത് നല്ലത്. പക്ഷേ ഒന്ന് വിലയിരുത്തി, പൗലോസ്ലീഹായുടെ ചാർച്ചക്കാർക്ക് വേണ്ടി, അവൻ്റെ കുടുംബപരമായ ബന്ധങ്ങളുള്ളവർക്ക് വേണ്ടി ഞാൻ ക്രിസ്തുവിനോട് വേർപെട്ട് വരാമായിരുന്നു. എന്തിനാണത്? എന്താണ് കാരണം?
അവർ ഈ സത്യത്തിലേക്ക് വരുന്നില്ല, വന്നിട്ടില്ല. ഇങ്ങനെ സഹിച്ചുകൂടാ. അദ്ദേഹം പറയുന്നു, എൻ്റെ ഹൃദയത്തിൽ ഇടപെടാതെ നോവും ദുഃഖവും ഉണ്ട്. ഞാൻ അതിൻ്റെ പ്രതിഫലനമായിട്ട് ക്രിസ്തുവിനോട് വേർപെട്ട് ശാപത്തിലേക്ക് പോകാമായിരുന്നു. കാരണം അവരില്ലാത്ത സ്വർഗരാജ്യം, അവരില്ലാത്ത നിത്യജീവൻ്റെ പങ്കാളിത്തം, അവരില്ലാത്ത യേശുവിൻ്റെ വരവിലുള്ള പങ്കാളിത്തം എനിക്ക് എന്തിനാണ്? ജീവിച്ചിരുന്ന കാലങ്ങളിൽ ഇടപ്രകാരമുള്ള കുടുംബക്കാരായ ചാർച്ചക്കാരും ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമായവരിൽ നിന്ന് പലരിൽ നിന്നും ചില ആശ്വാസങ്ങളോ അനുഗ്രഹങ്ങളോ നന്മകളോ ഒക്കെ പ്രാപിച്ചിരിക്കാം. ഇല്ലെങ്കിലും രക്തബന്ധത്തിലുള്ളവരാണല്ലോ എന്നോർത്തപ്പോൾ പൗലോസിന് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ കേൾക്കുന്നവരോട് എനിക്ക് ദൈവത്തെ മുൻനിർത്തി ആണയിട്ട് പറയാനുള്ളത്, എൻ്റെ ചുറ്റുമുള്ള അയൽവക്കക്കാർ, എൻ്റെ കുടുംബസ്ഥരായ ആൾക്കാർ യേശുവില്ലാതെ ജീവിക്കുന്നവരെക്കുറിച്ച് മുൻപേ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലം, അതിൽ പോകുന്നവർ അനേകരുമാകുന്നു. ആ നാശത്തിലേക്കുള്ള വഴിയിൽ യാത്ര ചെയ്യുന്ന കാണുമ്പോൾ എത്ര കേട്ടിട്ട് കണ്ടിട്ടും അടുക്കളയിൽ സുവിശേഷം എത്തിയിട്ട്, കണ്ണിന് മുമ്പിൽ മൂക്കിന് താഴെ സുവിശേഷം എത്തിയിട്ട് അതിന് ചെവി കൊടുക്കാതെ, അതിന് മനസ്സ് വയ്ക്കാതെ യെരൂശലേമിനെ നോക്കി യേശു കരഞ്ഞതുപോലെ, എൻ്റെ പ്രിയരേ, നിങ്ങൾക്ക് വല്ല നൊമ്പരവും തോന്നുന്നുണ്ടോ? വേദന തോന്നുന്നുണ്ടോ? നിങ്ങൾക്കങ്ങനെ ഉണ്ടാകാൻ വെളിപ്പാട് പുസ്തകം 6 മുതൽ 18 വരെ ഒന്ന് വായിച്ചാൽ മതിയാവും. പലവട്ടം വായിക്കണം. വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ദുരന്തത്തിൽ കൂടെ, വയനാട്ടിലെ ദുരന്തം ഭീകര ദുരന്തമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, നല്ല കാര്യം. ആ ദുരന്തത്തെക്കുറിച്ച് നിങ്ങളും കേന്ദ്ര സർക്കാരും ഇന്ത്യ മുഴുവനും ഇങ്ങനെ സമ്മതിക്കുമ്പോഴും ഞാനും സമ്മതിക്കുമ്പോൾ ഇതിനേക്കാൾ ഭീകരമായ ദുരന്തത്തിൻ്റെ പേരിലാണ് പൗലോസ് കരയുന്നത്. ഒരു സംശയവുമില്ല. വെളിപ്പാട് പുസ്തകം വായിച്ചു നോക്കൂ. വരാൻ പോകുന്നു ദൈവത്തിൻ്റെ കോപത്തിൻ്റെ കാലഘട്ടം, കൃപയുടെ കാലഘട്ടം വാതിലടഞ്ഞു കഴിഞ്ഞപ്പോൾ, കൃപയുടെ കാലത്തെക്കുറിച്ച്, കൃപ തുടങ്ങിയ കാലത്തെക്കുറിച്ച്, അതിൻ്റെ മുന്നോട്ട് പോക്കിനെക്കുറിച്ച്, അതിൻ്റെ അവസാനത്തെക്കുറിച്ച് ഞാൻ കൃത്യമായി പറയാം. ഇപ്പോഴല്ല, കൃത്യമായി അടുത്ത എപ്പിസോഡിൽ, പിന്നത്തെ എപ്പിസോഡിൽ പറയാം. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഗലാത്യ സഭയുടെ പ്രശ്നം, അവർ സുവിശേഷ സത്യത്തിൽ നിന്ന് വഴിമാറിയപ്പോൾ അവർ ശാപത്തിൻ്റെ കീഴായി. സഹോദര, അമ്മച്ചി, അച്ചായ, ഈ ശാപത്തിൻ്റെ കീഴിൽ വരരുത്. സ്തോത്രം. ഒരു ഹൈന്ദവ സഹോദരന് ആ വിധത്തിലൊരു ശാപം കാണില്ല. മറ്റ് ഇതര മതസ്ഥരായവർക്ക് ഇതിലൊരു ശാപം കാണുകയില്ല. കാരണം അവർ സുവിശേഷം അറിഞ്ഞവരല്ല, വിശ്വസിക്കുന്നവരല്ല, അംഗീകരിക്കുന്നവരല്ല. ആ ഒരു കാര്യം മാത്രമേ അവർക്കുള്ളൂ, പാപത്തിന് നേരെയുള്ള ദൈവത്തിൻ്റെ ന്യായവിധി. ഇത് പാപത്തിന് നേരെ മാത്രമല്ല, ഈ ഭീകരമായ ഈ അവഗണനയ്ക്കെതിരെ ദൈവത്തിൻ്റെ ന്യായവിധി വരാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ ഈ സന്ദേശം കേട്ടവരായ ശ്രോതാക്കൾക്ക് ഗലാത്യ സഭയിലെ ഗതികേട് പോലെ, കർത്താവെ, ശാപം പോലെ ഇവരും ഇവരുടെ കുടുംബത്തിനും ഇവർ കൂടുന്ന ഇടങ്ങളിലും ആത്മീയ മണ്ഡലങ്ങളിൽ ശാപത്തിൻ്റെ പിടിയിൽ നിന്ന് ഇവരെ വിടുവിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ആ കാഴ്ചപ്പാട്, ആ ദർശനം, ആ ബോധം, ആ നീതിബോധം ഇവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇവരെ മാറ്റിയെടുക്കാൻ അങ്ങേക്ക് പ്രസാദമാകണമെന്ന് പ്രാർത്ഥിച്ച് അങ്ങേ പരമേൽപ്പിക്കുന്നു. കർത്താവെ, പരമേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. വിശുദ്ധന്മാരെ ചേർക്കാൻ രണ്ടാമതും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. Praise the Lord.